കഴിഞ്ഞ കുറെ നാളുകളായി CPM-നെ വെട്ടിലാക്കി അല്ലെങ്കിൽ പാർട്ടിയെ എപ്പോഴും പ്രതിസന്ധിയിലാക്കി മുന്നോട്ട് പോകുന്ന നേതാവാണ് ജി സുധാകരൻ. ഈ കഴിഞ്ഞ ദിവസവും ജി സുധാകരൻ CPM എന്ന നമ്പർ 1 പാർട്ടിയെ വെട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തപാൽ ബാലറ്റുകൾ തിരുത്തി എന്നായിരുന്നു സുധാകരന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നത് അധികാര വർഗത്തെ മാത്രമല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എറിയാനൊരു കൊണി കൊടുത്തു എന്ന് മാത്രമല്ല, അത് CPM-നെയാണ് ആകെ ഞെട്ടിക്കുന്നത്. കാരണം CPM-ന്റെ മുതിർന്ന നേതാവും മന്ത്രിയുമൊക്കെ ആയിരുന്ന സുധാകരൻ ഇങ്ങനെ ഒരു പൊട്ടത്തരം വിളിച്ചു പറയുമോ എന്നാണ് CPM നേതൃത്വത്തിന്റെ ചിന്ത. 1989 അന്ന് മത്സരിച്ച KV ദേവദാസ് അധ്യാപക സംഘടനാ നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഈ വരുന്ന 25-ാം തീയതി 90 വയസ്സ് തികയുകയാണ്. അദ്ദേഹം പറയുന്നു, അന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും ഓർമ്മയില്ല. അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK ചെല്ലപ്പൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അന്ന് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ജി സുധാകരൻ. ജി സുധാകരൻ അന്ന് ഓടി നടന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും അതിക്രമം നടന്നാൽ അത് അറിയാൻ പോലുമുള്ള സാധ്യത സുധാകരന് ഉണ്ടായിരിക്കുകയില്ല. കാരണം സുധാകരന് ആ ചുമതലയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് ദേവദാസ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. 90 വയസ്സുണ്ട് ഈ വന്യ വയോധികന്. അപ്പൊ ചുരുക്കത്തിൽ ജി സുധാകരൻ ഈ വേണ്ടാധീനം വിളിച്ചു പറഞ്ഞത് പാർട്ടിയെ മനഃപൂർവ്വം വെട്ടിലാക്കാനാണോ എന്ന ഒരു ചിന്തയാണ് CPM സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഉള്ളത്. ഇനി സുധാകരൻ പറഞ്ഞതിലെ നിയമക്കുരുക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1951 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുസരിച്ച് സുധാകരന് 3 വർഷം വരെ അഴിയെണ്ണി കിടക്കാം. വാർദ്ധക്യകാലം, ജയിലിൽ കിടക്കാനുള്ള എല്ലാ യോഗ്യതയും ഈ ഒറ്റ വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ എന്ന് ചോദിച്ചാൽ 1951 നിയമം അനുസരിച്ച് 128, 135, 135A, 136 തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് സുധാകരന് 3 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ. ഇനിയുമുണ്ട് കുറ്റങ്ങൾ. 1962 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടം അനുസരിച്ചും സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ കുറ്റകരമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരണാധികാരി ജില്ലാ കളക്ടറും പറയുന്നുണ്ട്. അതുപോലെ പുതിയ നിയമം, അതായത് ഭാരതീയ നിയമ സംഹിത അനുസരിച്ചും പഴയ നിയമം ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും IPC അനുസരിച്ചും സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമുള്ളതാണ്. സുധാകരൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സുധാകരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ അനുമതിയും ഉണ്ട്, പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്, ബ്യൂറോക്രാറ്റുകൾ പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സുധാകരൻ എന്ത് ചെയ്തു? ഒറ്റ മറുകണ്ടം ചാട്ടൽ, മലക്കം മറിഞ്ഞു. സുധാകരൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ പിടിക്കും എന്നറിയുമ്പോൾ കൈകാലിട്ടടിക്കില്ല, അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയില്ലേ. അതുപോലെ സുധാകരൻ പറയുകയാണ്, NGO അസോസിയേഷൻ അല്ലെ NGO യൂണിയൻ, അവരുടെ യോഗത്തിലാണ് താൻ ഇതൊക്കെ പറഞ്ഞു പോയത്. താനൊരു കവിയാണല്ലോ. പണ്ട് MM മണിയാശാൻ അദ്ദേഹം ഭംഗ്യന്തിരേണ ഗ്രാമഭംഗി അനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 1, 2, 3 പറഞ്ഞ് ആളുകളെ വകവരുത്തിയിട്ടുണ്ടെന്ന്. അതും പാർട്ടിക്ക് പൊല്ലാപ്പായിരുന്നു, തലവേദനയായിരുന്നു. അതുപോലെ ഒരു ഭാവന സമ്പന്നമായി താനെന്ന് പറഞ്ഞതാണ് ഇക്കാര്യം. താൻ ഇതുവരെ ഒരു വോട്ടും പിടിക്കാൻ പോയിട്ടില്ല. വോട്ട് പിടിക്കാൻ എങ്ങനെ പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ പോയിട്ടില്ല, വോട്ട് തിരുത്താൻ പോയിട്ടില്ല, കള്ള വോട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ സത്യമാണ്. ഞാൻ അന്ന് പറഞ്ഞത്, ആ വേദിയിൽ പറഞ്ഞത് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നാണ് സുധാകരൻ മലക്കം മറിയുന്നത്. ഈ പറഞ്ഞത് NGO യൂണിയനിലെ ചില ആളുകൾ, 15% ആളുകൾ പാർട്ടി വിരുദ്ധരാണ്, പാർട്ടിക്ക് എതിരെ വോട്ട് ചെയ്യുന്നവരാണ് എന്ന് കൃത്യം കണക്കുണ്ട്. അതുകൊണ്ട് അവരെ തിരുത്താൻ വേണ്ടിയാണ് താൻ അങ്ങനെ ആ വേദിയിൽ പ്രസംഗിച്ചതെന്നാണ് സുധാകരന്റെ മറുവാദം. ഈ മറുവാദം എന്തായാലും നിയമപരമായി നിലനിൽക്കുമോ എന്ന് കൂടി നോക്കണ്ടേ? നിയമപരമായി ഒരിക്കലും നിലനിൽക്കില്ല. കാരണം സുധാകരൻ NGO യൂണിയൻ ഹാളിൽ അവരുടെ യോഗത്തിൽ പ്രസംഗിച്ചതിന്റെ വീഡിയോ ഫുട്ടേജ് ഉണ്ട്. ഈ വീഡിയോ വിശദമായി പരിശോധിക്കും. പിന്നെ നിയമോപദേശമുണ്ട്. നിയമോപദേശം അനുസരിച്ച് കേസെടുത്തു കഴിഞ്ഞാൽ സുധാകരന് ഒരുപക്ഷെങ്കിൽ ജാമ്യം കിട്ടും. നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ജയിലിൽ പോവുക. പക്ഷേ ഈ വീഡിയോ ഫുട്ടേജ് ഉള്ളിടത്തോളം കാലം സുധാകരന്റെ ഡെമോക്രാറ്റസിന്റെ വാള് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഒരു പേടി സുധാകരൻ കൊണ്ട് നടക്കേണ്ടി വരും. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൈദ്ധാന്തിക ബുദ്ധിജീവികൾ,
പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സൈദ്ധാന്തിക ബുദ്ധിജീവികൾ ഒരു പ്രായം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മാറി നിൽക്കണമെന്ന് പാർട്ടി പറയുന്നത് എന്നതിന്റെ അർത്ഥം ഇവിടെയാണ് വ്യക്തമാകുന്നത്. 75 വയസ്സ് കഴിഞ്ഞാൽ പൊതുവേദിയിൽ നിന്നും പൊതുരംഗത്ത് നിന്നുമൊക്കെ മാറി നിൽക്കണം. കാരണം മറ്റൊന്നുമല്ല, അവരിങ്ങനെ ഓരോന്ന് വിടുവാ വിളിച്ചു പറയും, അത് പാർട്ടിക്ക് തലവേദനയാകും. അതുകൊണ്ടാണ് ഇവരുടെ അടുത്തൊക്കെ മാറി നിൽക്കാൻ പറയുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രണ്ടാമത്തെ കാര്യം കൂടിയാണ് സുധാകരന്റെ ഈ വെളിപ്പെടുത്തലും ഈ മലക്കം മറിച്ചിലുമൊക്കെ. ഇത് ശരിക്കും പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട്. പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ സുധാകരൻ ഈ വിളിച്ചു പറയുന്നത് എന്തൊരു അബദ്ധമാണ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്ത് മിണ്ടാവോ എന്ന് അവർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നുണ്ട്.